ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ വിസ്ത ഔസേപിതാവിൻ്റെ ഊട്ടുതിരുനാൾ മഹാമഹമാണ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ സെൻറ്റ് ജോസഫ് കുരിയച്ചിറ 93-ാം പ്രതിഷ്ഠാ തിരുനാളാണ്. കുരിയച്ചിറ ജംഗ്ഷനിൽ തന്നെ കുരിയച്ചിറ സെൻറ്ററിൽ തന്നെ ഉള്ള പള്ളിയാണ്. അപ്പം ഞങ്ങൾ ഒരിക്കൽ പള്ളിയിലെ ഊട്ടുതിരുനാൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഭാഗം മെയ് മാസത്തിലത്തെ വിസ്ത ഔസേപിതാവിൻ്റെ ഊട്ടുതിരുനാളിൻ്റെ ഭാഗങ്ങളാണ്, കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ ഇവിടെ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പാരിഷ് ഹാളിലേക്കാണ് ഇവിടെ കുർബാനയൊക്കെ നടന്നിരുന്നത്. കുർബാന ലതീന് നൊവേനയ്ക്ക് ശേഷമാണ് ഊട്ടുതിരുനാളിൻ്റെ ആഘോഷ ചടങ്ങുകൾ നടന്നിരുന്നത്. വൈദികൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് ഊട്ടുതിരുനാൾ നടന്നിരുന്നത്. വൈദികൻ ആശീർവാദത്തിന് ശേഷം എല്ലാവർക്കും ഊട്ടുതിരുനാൾ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഊട്ടുതിരുനാളിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. ഈസ്റ്ററിനെല്ലാം ഇവിടെ കുർബാന നടന്നിരുന്നത് പാരിഷ് ഹാൾ തന്നെയായിരുന്നു. പള്ളിപ്പണി നടന്നുകൊണ്ടിരുന്നതിനാൽ പാരിഷ് ഹാൾ തന്നെയായിരുന്നു കുർബാന നടന്നിരുന്നത്. പാരിഷ് ഹാളാണ് ഈ കാണിക്കുന്നത്. പാരിഷ് ഹാളും ഫുള്ളും അറേഞ്ച്മെൻറ്റ്സിലാണ് വെച്ചിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ക്രൂശിത രൂപം, ആ പള്ളിയിലുള്ള അതേ രൂപങ്ങൾ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വൈദികനെല്ലാം ആസ്വദിച്ച ശേഷമാണ് എല്ലാവർക്കും ഊട്ട് കൊടുത്തിരുന്നത്. പള്ളിയിലെ അറേഞ്ച്മെൻറ്റ്സാണ് കാണിക്കുന്നത്. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് വീണ്ടും വന്നിട്ടുണ്ട്. ഈ ഭാഗം കാണിക്കുന്ന നിത്യാരാധന കേന്ദ്രമാണ്. തൊട്ടടുത്ത് തന്നെ ഗ്രോട്ട മാതാവിൻ്റെ രൂപമുണ്ട്. ഇവിടെ മെഴുതി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഊട്ടുതിരുനാളിൻ്റെ പന്തലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സാണ് കാണിക്കുന്നത്. ഇവിടുത്തെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് ലില്ലിയാണ്, ഔസേപിതാവിൻ്റെ ലില്ലി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.